നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 789 789. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 789 ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ളതിൽ 50-ാം സർഗം വേദ താൽപ്പര്യം. അതിൽ 17-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ നമ്മൾക്ക് ആ 17-ാമത്തെ ശ്ലോകം എന്താണെന്ന് പറഞ്ഞതിൻ്റെ ശേഷം 18ലേക്ക് പോവാം. ബ്രഹ്മാദിസ്തംഭപര്യന്തം ശബ്ദങ്ങൾക്ക് അർത്ഥരൂപനായി അനന്തവീരാദികളാർന്ന് എങ്ങും നിറയും ആ വിധം. ഈ ഭഗവാൻ ആൾ പ്രിവൈഡിങ് അല്ലേ, സർവജ്ഞൻ, സർവവ്യാപി, ബ്രഹ്മാദിസ്തംഭ പര്യന്തം. ബ്രഹ്മാവ് മുതൽക്ക് ഒരു സ്ഥാണു, ഒരു കുറ്റി, മരക്കുറ്റി, സ്തംഭം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാം. സ്തംഭപര്യന്തം ശബ്ദങ്ങൾക്ക് അർത്ഥരൂപനായി ഞാനും നിങ്ങളും വ്യക്തവും അവ്യക്തവുമായി പ്രകടിപ്പിക്കുന്ന എല്ലാ ശബ്ദങ്ങളുടെയും രൂപം എന്താ? ഈശ്വരനാണ്. ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ശബ്ദങ്ങൾക്ക് അർത്ഥരൂപന അനന്തവീര്യാദികളാർന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത, അൺലിമിറ്റഡ്, ലിമിറ്റില്ലാത്ത വീര്യാദികളാർന്ന് എങ്ങും നിറയും ആ വിധം. ഇനി അടുത്ത ശ്ലോകം. വിളങ്ങും ആവിധം വിളങ്ങും എന്നാൽ ഉയിർപ്പൂണ്ടിടും ആ വേദവാഗ്മയം. വേദസ്വരൂപൻ എന്നൊരു വാക്കുണ്ട്, അർത്ഥമുണ്ട് ഭഗവാന്, പര്യായം. വേദസ്വരൂപൻ, വേദമാകുന്ന സ്വരൂപത്തോടു കൂടിയവൻ. അതുകൊണ്ടാണ് പറഞ്ഞത് എങ്ങും നിറയും ആവിധം വിളങ്ങും എന്നാൽ ഉയിർ പൂണ്ടിടും ആ വേദവാഗ്മയം. കാതടയ്ക്കുകിൽ അവ്യക്ത പ്രണവം പോലെ കേൾപ്പതായി. അവിടെയാണ് ഇത് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ എന്നെ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനത്ര വലിയ ആളല്ലെങ്കിലും എനിക്കുണ്ട് ഫോളോവേഴ്സ്. നമ്മൾ 2 ചെവി ഒന്ന് പൊത്തിപ്പിടിക്കുക, ഒരു മൂളക്കം കേൾക്കും. ആ മൂളക്കം ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ പ്രണവമാണ് കേൾക്കുന്നത്. ആരോഹണ അവരോഹണമായിട്ട്. ഇത് തമാശ രൂപത്തിൽ എൻ്റെ ഗുരുനാഥൻ ചെറുശ്ശേരിൽ ആർ കരുണാകരൻ പിള്ള 1995 ജൂൺ 2 മുതൽക്ക് IIT ബോംബെയിലുള്ള ദേവി പത്മാവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും ഞങ്ങളുടെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആദ്യ പടികൾ എന്നെ പഠിപ്പിക്കുന്നതും അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ മോനെ, നിനക്ക് ഫ്ലാസ്ക് വാങ്ങിയിട്ടുള്ള പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. ഉവ്വ പറഞ്ഞു. ഫ്ലാസ്ക് കുറ്റമില്ലാത്തതാണ്, ന്യൂനതയില്ലാത്തതാണ് എന്ന് നീ എങ്ങനെ കണ്ടുപിടിക്കുക ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ അത് നാട്ടിൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായപ്പോൾ ഒരു വ്യാപാരി എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായി. ഈ ഫ്ലാസ്കിൻ്റെ അടപ്പ് ഊരുക, എന്നിട്ട് ചെവിയിൽ അടച്ചു പിടിക്കുക. അപ്പോൾ കാണാം ഒരു മൂളക്കം. കാരണം എന്താ? അതിൻ്റെ നോസിൽ, ഈ ഫ്ലാസ്ക് സ്റ്റീലാണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആണ് ഈ ഗ്ലാസ്സിൽ മെർക്കുറിയൊക്കെ അടിച്ചിട്ടുള്ള ഒരു സാധനമാണ്. അത് വാക്വം ഇവാക്യുവേറ്റ് ചെയ്യുമ്പോൾ ഒരു നോസിലുണ്ടാവും.
നോസിൽ അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വായുസഞ്ചാരം വരും. വായുസഞ്ചാരം വന്നാൽ മുഴക്കം കേൾക്കില്ല. അതിനർത്ഥം ഫാൾട്ടുള്ള ഫ്ലാസ്ക് ആണെന്നർത്ഥം. അപ്പോൾ ആ നോസിൽ അതാണ് അറിയാത്തവരെ അത് ഊരരുത്. ഊരിയാൽ ചിലപ്പോൾ ഇടുമ്പോൾ അത് നോസിൽ പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിയത് ഈ ഭാഗവതത്തിൽ അതുണ്ട്. പക്ഷെ ആചാര്യന്മാർക്ക് എത്ര പേർക്ക് അറിയും? ഞാനൊരു സ്റ്റേജിൽ ആചാര്യന്മാർ ഇതിനെപ്പറ്റി പറഞ്ഞ് കേട്ടതായിട്ട് കേട്ടിട്ടില്ല. കാരണം എന്താ അവർ ഇത്രയും ഡീറ്റെയിലായിട്ട് പോവില്ല. പ്രൊഫഷണൽ ആചാര്യന്മാർ ആ നോട്ടീസിൽ സ്റ്റീരിയോ ടൈപ്പ് ഒന്നാം ദിവസം എന്താണ്, രണ്ടാം ദിവസം എന്താണ്, അതിങ്ങനെ മാത്രം പഠിച്ചാൽ മതി. പിന്നുള്ളത് വായിക്കലാണ്. പ്രൊഫഷനല്ലേ, വായിപ്പിക്കലാണ്. വായിക്കില്ല. എത്രത്തോളം സ്റ്റാൻഡേർഡ് കൂട്ടണോ അത്രത്തോളം വായനില്ല. അങ്ങനെയാണ് ആചാര്യന്മാർക്ക്. ഞാൻ 100% കോഴിക്കോട് കൊളത്തൂർ ആശ്രമത്തിലെ ചിദാനന്ദപുരി പറഞ്ഞത് ഇതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ കാണണ്ടായി ഞാൻ. അതാണ് സത്യം. എല്ലാം ഭാഗവതത്തിൽ പറഞ്ഞ പോലെ സ്വന്തം മമതയ്ക്ക് വേണ്ടി ഇതിനെ എങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാം, അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ അർത്ഥവത്തായിട്ട് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ്? ആവിധം വിളങ്ങും എന്നാൽ ഉയിർപ്പൂണ്ടിയിടും ആ വേദവാഗ്മയം കാതടയ്ക്കയിൽ അവ്യക്ത പ്രണവം പോലെ കേൾപ്പതായി. ഞാൻ അവിടെ ഓം നമ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൂലം ഭാഗവതം വായിക്കാൻ പഠിച്ചിട്ട് കാര്യമില്ല വെച്ചാൽ അത് കാര്യത്തിലാവില്ല. അതിൻ്റെ അർത്ഥതലങ്ങൾ വേണമെങ്കിൽ ആഖ്യാനം നന്നായിട്ടൊരു 10 പ്രാവശ്യം വായിക്കാം. വാക്കാർത്ഥം മുട്ടോളൂ, ശ്ലോകം മുട്ടോളൂ. പണ്ഡിറ്റ് ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ ആഖ്യാനം ഒരു 10 പ്രാവശ്യം വായിക്കാം. കുറേ കാര്യങ്ങൾ മനസ്സിൽ നിൽക്കാതെണ്ടിരിക്കില്ല. അതാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. അപ്പോൾ വിളങ്ങും എന്നാലും ഉയിർപ്പൂണ്ടിയിടും ആ ദേവമാഗ്മയം, ഭഗവാന്റെ വാഗ്മയി സ്വരൂപമാണ് ഭാഗവതം എന്നുള്ളതറിയണം. കാതടയ്ക്കുയിൽ അവ്യക്ത പ്രണവം പോലെ കേൾപ്പതായി. അവ്യക്തമാണ് എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ ഭൂതങ്ങളേതിലും നാദരൂപത്തിൽ വിലസുന്നതായി. എല്ലാ ജീവജാലങ്ങളിലും ഭൂതങ്ങൾ ഏതിലും, ഏത് ജീവിയാണെങ്കിലും ശരി, നാദരൂപത്തിൽ വിലസുന്നതായി താമരത്തണ്ടിൽ വെണ്ണൂല് പോലെ കാണുന്നു യോഗികൾ. യോഗീശ്വരന്മാർ താമരത്തണ്ട് മുറിച്ചാൽ അതിൽ എത്രയോ നേർമയായിട്ടുള്ള ചില എന്താണെന്നാ പറയുക, താമരത്തണ്ട് വെണ്ണൂല് പോലെ വെളുത്ത നിറത്തിൽ. എന്നാൽ നൂലാണോ? അല്ല, ഒരു മിസ്റ്റ് മാതിരി ഒരു സാധനമാണ്. കാണുന്നു യോഗികൾ ഉൾത്തട്ടിൽ നിന്ന് 8 കാലി നൂല് പോലെ മുഖം വഴി. അതിന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു. 8 കാലി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തരം ദ്രാവകം അതിൻ്റെ വായിൽ കൂടെ കൊണ്ടുവന്ന് അതിനെ കമ്പിയാക്കി വലിച്ചിട്ടാണ് കൂട് കെട്ടുന്നത്. വളരെ എന്താണെന്നാ പറയുക, സ്പെസിഫിക്കാണ്. എല്ലാ പിന്നെന്താണെന്നാ പറയുക, ആരങ്ങളിൽ നിന്നും അകലത്തിലാണ് അത് വല നെയ്യുക. അതൊക്കെ പഠിക്കണം. അത് വല ഉണ്ടാക്കാനും അറിയാം, ആ വലയിൽ ഉപയോഗിച്ചതിനെ തൻ്റെ ഉള്ളിലേക്ക് ആക്കാനും അറിയാം. അപ്പം നമ്മൾ എത്ര പ്രാവശ്യം ചൂലുകൊണ്ട് 8 കാലിയുടെ വല അടിച്ചു മാറ്റിയാലും അവർ പിന്നെയും കെട്ടും. അത് പ്രകൃതി അവർക്ക് കൊടുത്തിട്ടുള്ളൊരു വരാണ്. അതുകൊണ്ടാണ് ഭാഗവതം മൂലം 11-ാം സ്കന്ധത്തിലെ 24 ഗുരുക്കളെ പറ്റി പറയുന്നുണ്ട്. അതിലൊന്ന് 8 കാലിയാണ്. 8 കാലിക്ക് വല വെക്കണമെങ്കിൽ സൈറ്റ് എഞ്ചിനീയർ വേണ്ട, വെള്ളം ഉണ്ടോ നോക്കണ്ട. പറഞ്ഞു മനസ്സിലാവുണ്ടോ? നമ്മൾക്ക് അങ്ങനെയല്ല. തൊട്ടേനും പിടിച്ചനും മറ്റുള്ളവരുടെ ഹെൽപ്പില്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. അപ്പോൾ ഉൾത്തട്ടിൽ നിന്ന് 8 കാലി നൂല് പോലെ മുഖം വഴി വെളിവാക്കുകയാം പ്രാണൻ ശബ്ദബ്രഹ്മം മനസ്സിനാൽ. ശബ്ദബ്രഹ്മം, നാദബ്രഹ്മം, അതാണ് ഈ സരിഗമ പത നീ. ആ 7 വാക്കുകളിൽ കൂടെ അല്ലേ, പഞ്ചമം ഷഡ്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. അവിടെ എത്തിയില്ല, ഇവിടേക്ക് എത്തിയില്ല എന്നൊക്കെ പറയും. സംഗതികൾ വന്നില്ല എന്നൊക്കെ പറയും. അതുകൊണ്ടാണ്. അപ്പോൾ
മറപ്പൊരുള അസംഖ്യം കൈവഴിയാർന്നാവിധം പ്രഭു. അപ്പോൾ വെളിവാക്കുകയാം പ്രാണൻ ശബ്ദ ബ്രഹ്മം മനസ്സിനാൽ മറപ്പൊരുൾ അസംഖ്യം, പൊരുള് അസംഖ്യം കൈവഴിയാർന്നവിധം പ്രഭു. ഓങ്കാരം വഴി മാത്രാവർണാക്ഷരാദി വിഭൂഷിതം. ഓങ്കാരം വഴി മാത്രാവർണാക്ഷരാദി വിഭൂഷിതം. വാക്കുകളാകുന്ന ഓങ്കാരത്തിലെ 3 A U M അല്ലേ? അത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? വിഭൂഷിതം, വാക്കുകൾക്ക് വിഭൂഷിതാണ് അകാരം. അപ്പോൾ വർണ്ണാക്ഷരതി വിഭൂഷിതം വിചിത്ര ഭാഷകൾക്കെന്നും അഴകേറ്റും പ്രഭാന്തരം. ഭാഷകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു തനിമയുണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു ഗരിമയുണ്ട്. അതാണ് ഇവിടെ പിന്നെ അഴകേറ്റും. അഴകേറ്റെന്ന് പറഞ്ഞാൽ ഡീസൻസി എന്നർത്ഥം. ഭംഗിയേറ്റും പ്രഭാന്തരം. കാലം കൊണ്ടുതാൻ തന്നെ ഉൾക്കൊള്ളുന്നതുമാകയാൽ. കാലം കൊണ്ട്, സമയം കൊണ്ട് അല്ലേ? പ്രസവിച്ച കൂട്ടി ഉടനെ അച്ഛ അമ്മ എന്നൊന്നും വിളിക്കില്ല, കുറച്ച് സമയമെടുക്കും. കാലം കൊണ്ടതു താൻ തന്നെ ഉൾക്കൊള്ളുന്നതുമാകയാൽ. ഗായത്രി പങ്ക്തി മുതലാം ഛന്ദസ്സുകൾ വിധിപ്പതും. 24 അക്ഷരങ്ങളല്ല, ഗായത്രി ഭക്തി മുതലാം പങ്ക്തി എന്നാണ് ആ വാക്ക് പ്രൊനൗൺസിയേഷൻ. മുതലാം ഛന്ദസ്സുകൾ വിധിപ്പതും മറിച്ചോതുവതും പിന്നെ നിഷേധിച്ചുര ചെയ്വതും. വിധിപ്പത്, മറിച്ച് പറയുന്നത്, നിഷേധിക്കുന്നത്. 3 തരത്തിലാണ് ഭാഷ. സമ്മതിക്കണത്, സമ്മതിക്കാണ്ടിരിക്കണത്, നിഷേധിക്കണത്. മറ്റും വെറുതെയല്ല എല്ലാറ്റിനും ഉണ്ട് അർത്ഥം ഉദ്ധവരെ. എല്ലാം സാരമില്ല എന്ന് വിചാരിക്കരുത്, എല്ലാറ്റിനും അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥതലങ്ങൾ ആര് ശ്രദ്ധിക്കണം, ആര് ജീവിതത്തിലേക്ക് പകർത്തുന്നു, അവർക്ക് മാത്രമേ കാര്യവിജയുള്ളൂ. കാരണം ഞാനും കുടിച്ചു പാൽക്കഞ്ഞി എന്നൊരു പഴമൊഴിയുണ്ട്. പണ്ടത്തെ കാലത്ത് ദാരിദ്ര്യമുള്ള കാലത്ത് പാൽക്കഞ്ഞി കുടിക്കാൻ കഴിവുള്ളവർക്കേ പറ്റിയിരുന്നുള്ളൂ. പക്ഷേ ചിലവർ നടിക്കത്ര, ഞാൻ പാൽക്കഞ്ഞി കുടിച്ചു, കയ്യിൽ നെയ്യിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു കാലം, ഒരു പരിഹാസ രൂപമായിട്ട്. അതിനാണ് തള്ളലെന്ന് പറയും അല്ലേ? അപ്പോൾ ഗായത്രി, അപ്പോൾ പറഞ്ഞു മറ്റും വെറുതെയല്ല എല്ലാറ്റിനുമുണ്ട് അർത്ഥം ഉദ്ധവ. ശരിക്ക് ആ വേദ താൽപ്പര്യം ഞാനല്ലാതറിയില്ലൊരാൾ. ഇവിടെയാണ് വ്യത്യാസം. എനിക്ക് എല്ലാം അറിയുമെന്ന് പറയണത് ശരിയല്ല. ഭഗവാൻ പറഞ്ഞു എനിക്ക് മാത്രമേ അറിയുള്ളൂ, എനിക്കറിയണ പോലെ വേറൊരാൾക്ക് അറിയില്ല, അത് ഭഗവാൻ പറയണം. പിന്നെ നമ്മൾ കൃഷ്ണനെയും രാമനെയും വിട്ടിട്ട് എങ്ങനെ അപ്പം നമ്മൾ ഒരാളെ ഭഗവാൻ എന്ന് പേര് പറഞ്ഞിട്ട് പറയാം? അല്ല, എനിക്കൊരു സംശയമാണ്, എൻ്റെ ഒരു സംശയമാണ്. എന്നാൽ കാക്കള്ളൻ, അരക്കള്ളൻ, മുക്കാക്കള്ളൻ എന്ന് പറഞ്ഞ മാതിരി കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ശങ്കരാചാര്യർ. അങ്ങനെ പറയാം. രമണ മഹർഷി, നെച്ചൂർ വെങ്കിട്ടരാമൻ, ഞാൻ അയാളെ അതിലേക്ക് കൂട്ടും. കാരണം അത്രയും കഴിവുള്ള ആളാണ് അദ്ദേഹം, പ്രശംസയല്ലേ. അപ്പോൾ ശരിക്ക് ആ വേദ താൽപ്പര്യം ഞാനല്ലാതറിയില്ലൊരാൾ. ഭക്തിയെപ്പറ്റി ആ മാർഗം മുന്നിലും ചൊല്ലുവതൊക്കെയും. ഭക്തിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലരും. പക്ഷേ എത്ര എണ്ണം സംഗതികളുള്ളതാണ്, ഗരിമയുള്ളതാണെന്നുള്ളത് പിന്നെയും ആലോചിക്കണം. ഭക്തിയെപ്പറ്റി ആ മാർഗം മുന്നിലും ചൊല്ലുവതൊക്കെയും മനസ്സംശുദ്ധിയാർന്നീടിൽ. മനസ്സ് സംശുദ്ധിയെ കൈവരിച്ചാൽ കാമകർമ്മം ത്യജിച്ചുടൻ. ഒന്നും ആഗ്രഹിക്കാതെ കണ്ട് കർമ്മം ചെയ്യാൻ സാധിക്കണം. ഒന്നും ആഗ്രഹിക്കരുത്. എൻ്റെ കടമയാണ്, എൻ്റെ കടപ്പാടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കണ സന്തോഷം ഉണ്ടാകും. ഞാനിപ്പോൾ കാർ പോർച്ചിൻ്റെ മുകളിൽ റൂം തട്ടിക്കൂട്ടിയിട്ടാണ് സ്റ്റുഡിയോ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടുന്ന് എൻ്റെ വലതുഭാഗത്തേക്ക് നോക്കിയാൽ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും, തൊട്ടടുത്ത് ശിവനാണ്, കുരുവമ്പലം ശിവക്ഷേത്ര. ഒരു എൻട്രൻസ് ഉണ്ട്. പണ്ട് ഏതോ ഒരു മനക്കാരുടെ ജന്മമായിരുന്നു ഈ സ്ഥലം.
അപ്പോൾ എൻ്റെ പ്ലസ് പോയിൻ്റ് എനിക്ക് പബ്ലിക് വഴി കൂടെ പോകണ്ട, പ്രായമായാൽ നിരങ്ങിയിട്ടെങ്കിലും അമ്പലത്തിലേക്ക് കയറാം വേണമെങ്കിൽ. അപ്പോൾ അവിടെ ആ ദീപസ്തംഭത്തിൽ 21 തിരി, മുകളിൽ 7, പിന്നെ 9, പിന്നെ 11. അപ്പോൾ കാലാവസ്ഥേനെ ബഹുമാനിച്ചിട്ട് എന്തു ചെയ്യും, ഒരു തട്ടേ കത്തിക്കുള്ളൂ. അതിങ്ങനെ കാണാൻ, ഇരുട്ടത്ത് ഇങ്ങനെ കാണാൻ വലിയൊരു ആകർഷണമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആത്മാവിൻ്റെ പ്രതിബിംബമായിട്ടുള്ളത് ഞാൻ ഭഗവാന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അതൊരു സന്തോഷം, മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഭക്തിയെ പറ്റിയ മാർഗം മുന്നിലും ചൊൽവതൊക്കെയും മനസ്സംശുദ്ധിയാർന്നേടിൽ കാമകർമ്മം ത്യജിച്ചുടൻ കർമ്മം നിഷ്കാമമായി ചെയ്ത്. ഏതൊരു കർമ്മവും നിഷ്കാമം, ഫലം ഭഗവാൻ അർപ്പിക്കുക. കർമ്മം നിഷ്കാമമായി ചെയ്ത് വിജ്ഞാനം നേടി അങ്ങനെ, അപ്പോഴാണ് വിശേഷ ജ്ഞാനം ഉടലെടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. കർമ്മങ്ങൾക്ക് പരിപോഷിതമായ ഗുണങ്ങൾ വന്നാൽ പിന്നെ കർമ്മങ്ങളിലും താല്പര്യം ഉണ്ടാവില്ല, ആധ്യാത്മികത്തിനും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഭഗവാൻ എപ്പോഴും ഒരു ട്രയൽ ആൻഡ് എറർ ബേസിൽ ഭാഗവതന്മാരെ പ്രൊഫഷണലായിട്ട് പോണവരല്ല, അമേച്ചറായിട്ട് നിൽക്കുന്നവരുടെ സമ്പത്ത് കമ്മിയാക്കും. അപ്പോഴാണ് അവർക്ക് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സമ്പത്ത് എന്നാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും നടത്തിത്തരും, നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തിത്തരും. ഇപ്പം ഞാൻ പറയാറുണ്ട്, എൻ്റെ മക്കളുടെ 2 കാര്യം അദ്ദേഹം നടത്തി തന്നിട്ടുണ്ട്, പിന്നെ എനിക്ക് എന്താ പേടി. അപ്പോൾ വിജ്ഞാനം നേടി അങ്ങനെ നിഷ്കാമകർമ്മവും കൈവിട്ടത്രയും ജ്ഞാനസിദ്ധനായി. അപ്പോൾ നിഷ്കാമകർമ്മവും കൈവിടണം കുറേ കഴിയുമ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യണം? ധ്യാനത്തിലിരിക്കുക. ആരെ ധ്യാനിക്കേണ്ടത്? ശ്രീഹരിനെ. എവിടെ ധ്യാനിക്കേണ്ടത്? സ്വന്തം മനസ്സിൽ. ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ നോക്കുകയല്ല ചെയ്യേണ്ടത്. സ്വയം കണ്ണടച്ചിട്ട് തൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ സങ്കല്പം ദൃഢീഭവിക്കുമ്പോൾ രോമാഞ്ചമൊക്കെ വരും. അപ്പോൾ ഭഗവാൻ നിരാകാരനാണെന്ന് മനസ്സിലാക്കും വേണം. അത് കുറേ കഴിയുമ്പോഴേ പറ്റുള്ളൂ. ആദ്യമൊക്കെ കേശാദിപാദം പാദാദികേശം ഒക്കെ വർണ്ണിക്കാം. അത് കഴിഞ്ഞാൽ ഓം നമ, വേദ അതായത് യൂണിവേഴ്സിൻ്റെ ഒറ്റ വാക്കാണത്, മനസ്സിലായില്ലേ? അപ്പോൾ നിഷ്കാമകർമ്മവും കൈവിട്ടത്രയും ജ്ഞാനസിദ്ധനായി. അതിൽ ലാസ്റ്റ് ശ്ലോകം 50-ാമത്തെ പിന്നെ സർഗത്തിലെ 27-ാമത്തെ, മനുഷ്യൻ ഭഗവത് ഭക്തോത്തംസമായി തന്നെ മിന്നണം. മനുഷ്യൻ ആരായിട്ട് മിന്നണം? MLA ആയിട്ടും MP ആയിട്ടും മിന്നാനല്ല പറഞ്ഞത്. മനുഷ്യൻ ഭഗവത് ഭക്തോത്തംസമായി തന്നെ മിന്നണം. ഭക്തോത്തമനായിട്ട്, അല്ലെങ്കിൽ ഭക്തോത്തസമായി ഹംസമായി ഹംസമായി തന്നെ. ഭക്തോത്തന്മാരിൽ ഹംസനാവണം എന്നൊക്കെയാണ് പറയണത്. ഹംസമായി അവിടെ എഴുതി വെച്ചാൽ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഹംസ എന്നാട്ടോ എഴുതിയത്, പേടിക്കൊന്നും വേണ്ട, ഹംസം തന്നെ. മനുഷ്യൻ ഭഗവത് ഭക്തോത്തം ഹംസമായി തന്നെ മിന്നണം. ഇതാണ് വേദതാൽപര്യം, ഇതൊന്നാണ് അറിവിൻ പൊരുൾ. എന്താണ് അറിവിൻ്റെ പൊരുൾ? നമ്മൾ ഭക്തോത്തമന്മാരിൽ ഹംസതുല്യമായിരിക്കണം. ഭഗവാന്റെ ഒരു അവതാരമാണ് ഹംസം എന്നുള്ളത്. അതേപോലെ ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ഉപാസനാകാണ്ഡേ 50 സർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 51-ാം സർഗത്തിലേക്ക് പോവുക. തത്വസംഖ്യ പല മട്ടി, തത്വങ്ങളുടെ സംഖ്യ പലവരും പല രീതിയിൽ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, എത്ര വേണമെങ്കിലും കൽപ്പിക്കാം. പക്ഷേ സംശുദ്ധി, മനസ്സിൻ്റെ സംശുദ്ധി ഉണ്ടായാൽ മതി, മനസ്സിലായില്ലേ? ഭഗവാൻ ഈ വിധം ചൊല്ലിക്കേട്ടു കൗതൂഹലത്തോടും. ഉദ്ധവർക്ക് ഭയങ്കര കൗതൂഹലമായി. എന്തൊക്കെയാ ഇപ്പോൾ ഭഗവാൻ പറഞ്ഞത്? ഭഗവാൻ ഈ വിധം ചൊല്ലിക്കേട്ട് കൗതൂഹലത്തോടും തൊഴുതും കൊണ്ടു ചോദിച്ചാൻ ഉദ്ധവൻ വിനയാന്യുതൻ. ആ വാക്കുകളൊക്കെ ഇപ്പം നമുക്ക് 3 ഡയമെൻഷനിൽ കാണാൻ സാധിക്കണം. നമ്മുടെ മുമ്പിൽ ഭഗവാൻ ശ്രീഹരി ശ്രീകൃഷ്ണനായിട്ട്, ഇവിടെ ശ്രീകൃഷ്ണനായിട്ട് ചൊല്ലി കേട്ടു. ആരെ കേട്ടത്? ഉദ്ധവരെ.
എന്നിട്ട് അദ്ദേഹം കൗതൂഹലത്തോടും തൊഴുതും കൊണ്ട് ചോദിച്ചാൻ ഉദ്ധവൻ വിനയാന്വിതൻ ഋഷീന്ദ്രർ 5, 3, 9 ഈ വിധം പല മട്ടിലും തത്വസംഖ്യകളോതാറുണ്ട്, അതെല്ലാം യുക്തമാകുമോ? ഭഗവാനെ, ഉദ്ധവർ പറയാ, ഭഗവാനെ, ഋഷീന്ദ്രന്മാർ 5 എന്നും 3 എന്നും 9 എന്നും ഈ വിധം പലമട്ടിലും തത്വസംഖ്യകളോതാറുണ്ട്, അതെല്ലാം യുക്തമാകുമോ? ഒരു ചോദ്യം ചോദിച്ചു. സത്യം ഏതാണ് അവയിലെന്നരുളി ചെയ്യണം പ്രഭു. അടുത്ത ശ്ലോകം. തത്വം ഏതാണ് അവയിൽ എന്നരുളി ചെയ്യണം പ്രഭു. ഭക്തോത്തമൻ്റെ മൊഴി കേട്ടോതിനാൻ അംബുജേക്ഷണൻ. ഭക്തോത്തമനായിരിക്കുന്ന ഉദ്ധവരുടെ വാക്കുകൾ കേട്ട് മറുപടി പറഞ്ഞു. ആരെ? താമരക്കണ്ണൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ശ്ലോകങ്ങൾ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. അതീവ മനോഹരമായിട്ടുള്ളൊരു സയൻറ്റിഫിക് തിയറിയാണ് പറഞ്ഞ് മനസ്സിലാക്കണത്. ബ്രഹ്മമല്ലാതെ തത്വങ്ങൾ വേറെ ഇല്ലാതിരിക്കവേ ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. ബ്രഹ്മമല്ലാണ്ട ഒരു തത്വമില്ല, അതിവിടെ പറഞ്ഞിട്ടില്ല. ഋഷീന്ദ്രര് 5, 3, 9 എന്നൊക്കെ പറയാനല്ലാണ്ട് ബ്രഹ്മം ഏകം, ആ ഒരൊറ്റ തത്വം മതി, ബാക്കി എല്ലാം അതിൽ അസിമുലേറ്റായി ദഹിച്ചു. അപ്പോൾ ബ്രഹ്മമല്ലാതെ തത്വങ്ങൾ വേറെയില്ലാതിരിക്കവേ മുയൽ കൊമ്പിൻ വലിപ്പത്തെ പറ്റിയാം വാദമൊക്കെയും ഋഷീശ്വരന്മാർ അല്ലെങ്കിൽ മീമാംസകർ അവരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. സ്വർഗം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയുവർ. അപ്പോൾ മുയൽ കൊമ്പിൻ വലിപ്പത്തെ പറ്റിയാം വാദമൊക്കെയും എന്ന് പറഞ്ഞാൽ എന്താ? മുയലിന് കൊമ്പില്ല എന്നുള്ളതാണ് സത്യം. അതല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ടേ, വിശ്വസ്തനാണ് പറഞ്ഞ ആൾ, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. എന്താ പറഞ്ഞു കേട്ടത്? അല്ല 3 കൊമ്പുണ്ടെന്ന്. സാധാരണ 2 കൊമ്പല്ലേ ഉള്ളൂ. അതെങ്ങനെയാ? അങ്ങനെ വാദിക്കുന്ന ആൾക്കാരാ. അപ്പം മുയൽ കൊമ്പിൻ വലിപ്പത്തെ പറ്റിയാം വാദമൊക്കെയും മായയാലുളവാം തത്വം എത്രയാവുകിലും ശരി. അതായത് ബ്രാഹ്മണർ വേദങ്ങളെ പറ്റി പഠിച്ച് പല രൂപത്തിൽ പറയണമെന്ന് ഭഗവാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മായയാലുളവാം തത്വം എത്രയാവുകിലും ശരി, വക്താവിൻ കഴിവിനൊത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ളവർ പറഞ്ഞത് കേൾക്കാതല്ലാണ്ടേ നമ്മളൊരു തീരുമാനത്തിൽ പോകണ്ട. ഭഗവാൻ പറഞ്ഞതിൽ നമ്മൾ വിശ്വസിക്കുക. ബ്രഹ്മം ഏകം, അതന്നെ തത്വം. അപ്പോൾ വക്താവിൻ കഴിവിനൊത്തു വാദിക്കാം പലമാതിരി, നിങ്ങൾ ഈ ചൊൽവതേ തെറ്റാം ഞാൻ ഓതിയിടുവതാം ശരി. അങ്ങനെ ചില ആൾക്കാരുണ്ട്, താൻ പറയണതൊക്കെ തെറ്റാണ്, ഞാൻ പറയണതാണ് ശരി എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിൽ ചൊൽവതേ തെറ്റാം ഞാൻ ഓതിയിടുവതാം ശരി, ഈ വണ്ണം കലകച്ചിടും കാരണം മായ മാത്രമാം. ആൾക്കാർ കൊമ്പ് കോർക്കാൻ വരുന്നത് മായയിൽ മുങ്ങുകാരനാണ്. മായയാകുന്ന മനപ്പായസം കുടിച്ചാൽ അല്ലേ, അല്ലെങ്കിൽ മായ ഉണ്ടാക്കിയിട്ടുള്ള മനപ്പായസം കുടിച്ചാൽ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ പറയണു, സത്വാദി ഗുണഭേദങ്ങൾ നിമിത്തം ബുദ്ധിവൃത്തിയാൽ മതഭേദങ്ങളും വാദങ്ങളും ഉണ്ടാം പലതരം. അതാണ് ശരി അല്ലേ. ആദ്യം ഈ സനാതനധർമ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ സനാതനധർമ്മം ഉണ്ടോ ചോദിച്ചാൽ സംശയമാണ്. കാരണം എന്താ? ആ പറഞ്ഞ രീതിയിലല്ല ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞു സത്വാദി ഗുണഭേദങ്ങൾ നിമിത്തം ബുദ്ധിവൃത്തിയാൽ, ബുദ്ധികളുടെ ഏറ്റക്കുറച്ചിനനുസരിച്ച് മതഭേദങ്ങളും വാദങ്ങളും ഉണ്ടാം പലതരം. ആത്മാവാം എന്നിലേക്ക് ഉള്ളം തിരിഞ്ഞിടുകിൽ വാദവും ശമിക്കും മതഭേദങ്ങൾ അകന്നുള്ളം പ്രസന്നമാം. ഹരേ എഴുതി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. എന്താ പറഞ്ഞത്? ഒരൊറ്റ കാര്യം, എത്ര തരം ബ്രഹ്മമുണ്ട് അല്ലെങ്കിൽ എത്ര മിൽക്കി വേസ് ഉണ്ട്, ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ആത്മാവാം എന്നിലേക്ക് ഉള്ളം തിരിഞ്ഞിടുകിൽ വാദകോലാഹങ്ങൾ തീർന്നു, പിന്നെ അവിടെ ഒന്നുമില്ല. തുര്യാവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നെ അവിടെ ഒന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും പട്ടാമ്പിക്ക് ഒരു ചുക്കുമില്ല. അങ്ങനെയുണ്ട്.
കാരണം പട്ടാമ്പി ഇപ്പോൾ ഇത് കുറേ കാലം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് പലവരും പലതും പറയും, അയാൾക്ക് തലയ്ക്ക് സുഖമില്ല. ശരിയാണ്. എനിക്കിങ്ങനെ എപ്പോഴും ചിരിക്കും. ഞാൻ അങ്ങനെയാണ്, എപ്പോഴും ചിരിക്കും. കാരണം എന്താ, മുഖം മനസ്സിൻ്റെ കണ്ണാടി, അത്രയേ ഉള്ളൂ. ഇതിനേക്കാൾ വലിയ വെള്ളപ്പൊക്കം വന്നിട്ടും കുലുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി സമ്മതിച്ചിട്ടില്ല ഭഗവാൻ, കുലുങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോഴേക്കും ആരെയെങ്കിലും കൊണ്ട് നിർത്തും മുമ്പിൽ, പിടിച്ചോ എന്താ വേണ്ട കണക്ക് ഭഗവാൻ പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ്. പ്രഹ്ലാദന് എത്രയൊക്കെ നിരീക്ഷണങ്ങൾ വേണ്ടി വന്നു. ഒടുക്കം കാലം ഗതി കെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, വലിയൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വിളിച്ചെറിഞ്ഞു, നാരായണ 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 എന്ന് ജപിച്ചു അദ്ദേഹം. ആരെ? പ്രഹ്ലാദൻ. ഉടനെ ശ്രീമൻ നാരായണൻ ഭൂമിദേവിയോട് പറഞ്ഞു, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളിതാ ആകാശത്ത് ഇങ്ങനെ വീടുകൊണ്ടിരിക്കുകയാണ്, കൈ നീട്ടി വാങ്ങിക്കോളൂ അയാളെ പറഞ്ഞു. അപ്പോൾ ഭൂമിദേവിയാണെങ്കിലും ലക്ഷ്മി ദേവിയാണെങ്കിലും ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ തടവി ഭഗവാന് സൗഖ്യത്തെ കൊടുക്കുന്ന ആൾക്കാരാണ്. ആ കൈകളെ കൊണ്ട് ആകാശത്തിൽ നിന്ന് വീഴുന്നൊരു ബാലനെ താമരദളം പോലെയുള്ള കൈകളെ കൊണ്ട് താമരദളം പോലെയുള്ള ബാലനെ പിടിച്ചു. അപ്പോൾ പ്രഹ്ലാദൻ വിചാരിച്ചു, ഏതൊക്കെയോ ടെസ്റ്റിൽ ഞാൻ പാസ്സായിട്ടുണ്ട്, ഇതിപ്പോൾ ഫൈനൽ ടെസ്റ്റ് തോന്നുന്നു, ഇതിൽ ഞാൻ പരാജയപ്പെടും, അച്ഛൻ വിജയിക്കും, എന്നെ വധിക്കും തന്നെ വിചാരിച്ചു. എടാ ആരാ എന്നെ പിടിച്ചാൽ ചോദിച്ചു. എൻ്റെ അമ്മയ്ക്ക് കൂടി എന്നെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ആരാ എന്നെ പിടിച്ചത്? ഭവതി ആരെ ചോദിച്ചു. അത്ര ഒരു സ്ത്രീവേഷ കണ്ടത്. അതിപ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ സ്വാമി പറഞ്ഞു, ഇതാ ഒരു കുട്ടി ഇങ്ങനെ താഴത്തേക്ക് വരുന്നുണ്ട്, പിടിച്ചോളൂ കേട്ടോ പറഞ്ഞു. എനിക്കിപ്പോൾ അത്രേ അറിയുള്ളൂ. ഇതാണ് സ്ഥിതി. അങ്ങനെ എത്ര ഭൂമിദേവി എന്നാൽ എൻ്റെ മുമ്പിലൊരു ഭൂമിദേവി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഉണ്ടായത്. അത് ഇത്തിരി എന്ന് പറഞ്ഞു ഒത്തിരിയൊക്കെ ആക്കി കാര്യങ്ങൾ നിറവേറ്റി തരിക. അങ്ങനെയാണ്. ചോദിക്കും, ചുക്ക് അല്ല നഞ്ച് എന്തിനാ 5 നാഴി ചോദിക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഭക്തി എന്നുള്ള ഒന്നുണ്ടായാൽ അത് മതി ജീവിതത്തിലുള്ള എല്ലാ ഏടാകൂടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ. ഭക്തി, ആ ഭക്തി എങ്ങനെയൊക്കെയാണ് നമ്മളെ രക്ഷിക്കുക എന്നുള്ളത് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. ഇവിടെ പറയുണ്ടായി 24-ാമത്തെ ശ്ലോകത്തിൽ, കഴിഞ്ഞ 50-ാം സർഗത്തിൽ പറയണ്ടായി, ശരിക്ക് വേദ താൽപര്യം ഞാനല്ലാതറിയില്ലൊരാൾ എന്ന് ഭഗവാൻ ഉദരോട് പറയുന്നുണ്ട്. അതാണ് നമ്മളെ ഓരോരുത്തരെ പറ്റിയുള്ള കഥ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാവാമ്യന്നിലേക്കുള്ളം തിരഞ്ഞിടുകിൽ വാദവും ശമിക്കും, മതഭേദങ്ങൾ അകന്ന് ഉള്ളം പ്രസന്നമാം. ഇപ്പം ചുരുക്കത്തിൽ മതത്തിൻ്റെ പേരിൽ എന്തൊക്കെ ആക്രോശങ്ങൾ ഉണ്ടെങ്കിലും മതങ്ങളെപ്പറ്റി പഠിക്കണില്ല എന്നുള്ളതാണ് സത്യം. സനാതനധർമ്മം അറിയണ ആൾക്കാർ പറയുന്നത് ശരിയെന്ന് പറയാൻ മറ്റുള്ളവർക്ക് ഒരു ലജ്ജയാണ്. ലജ്ജാവതിയെ, അങ്ങനെയാണ്. ആ ലജ്ജ ഉണ്ടാവരുത്. കാര്യത്തോളം വരുമ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ശമാധി ഗുണസമ്പന്നനെല്ലാം ഈശ്വരരൂപമായി, അങ്ങനെയുണ്ട്. ശമാധി ഗുണസമ്പന്നൻ, സമ്പത്ത്, ശമാധി, ശമം ക്ഷമിക്കാൻ കഴിവുള്ളവൻ എന്നാണ് അർത്ഥം. ശമം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിവുള്ളവൻ. അച്യുതനോടുള്ള താല്പര്യം ഏറിയാൽ മതി, അവന് ക്ഷമയില്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ശമാധി ഗുണസമ്പന്നൻ എല്ലാം ഈശ്വരരൂപമായി കാൺകയാൽ വാദവും മറ്റും വെടിഞ്ഞ് ആനന്ദമഗ്നനാം സദാസേവ്യ ഏത് അമൃതം ആകുന്ന ഭാഗവത കഥകൾ സദാസമയത്തും വായിച്ച് ഉല്ലസിച്ച് പാടിക്കൊണ്ടിരുന്നാൽ അവന് പിന്നെ കാർമേഘങ്ങളെ കാണേണ്ടി വരില്ല. കറുത്ത അല്ലെങ്കിൽ മനസ്സിലെ കാർമേഘം പടരില്ല എന്നർത്ഥം. ശമാധി ഗുണസമ്പന്നൻ എല്ലാം ഈശ്വര രൂപമായി കാണുകയാൽ വാദവും മറ്റും വെടിഞ്ഞ് ആനന്ദമഗ്നനാം ആകയാൽ എണ്ണം അധികമാകിലും കുറവാകിലും വാദിച്ചു വിഷമിക്കേണ്ട യുക്തിയുണ്ടാകും ഏതിനും. ഉദ്ധവ,
9 ആയാലും 3 ആയാലും 5 ആയാലും താൻ ടെൻഷൻ എടുക്കണ്ട. സത്യത്തിൽ ബ്രഹ്മം ഒന്നേ ഉള്ളൂ, അത് താൻ തന്നെയാണ് എന്ന് തനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഈ വാദകോലാഹലം? ആകയാൽ എണ്ണം അധികമാകിലും കുറവാകിലും ബാധിച്ചു വിഷമിക്കേണ്ട. യുക്തിയുണ്ടാകും ഏതിനും. 5 എന്ന് പറഞ്ഞാലും യുക്തി ഉണ്ടാവാം, 3 എന്ന് പറഞ്ഞാലും ശരി, 9 എന്ന് പറഞ്ഞാലും ശരി. അതൊന്നും നമ്മളൊരു പ്രശ്നമാക്കി എടുക്കണ്ട എന്നാണ് പറഞ്ഞത്. പ്രശ്നമാക്കി എടുക്കണ്ട. ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നത് ശരിയാണോ? അല്ല. കർമ്മത്തിനനുസരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സജ്ജന സംസർഗത്തിൽ ഇരുന്നാൽ ഭഗവാൻ എല്ലാം ശരിയാക്കി തരും. പിന്നെ പ്രാർത്ഥനയോ ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്നലെ പാലക്കാട് സമ്പേറിൻ ആലത്തൂരൻ പാടൂർ കാവശ്ശേരി ഭാഗത്ത് ഒരു പുഴയിൽ 2 കുട്ടികളെ ഒരു കുട്ടി രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്തിയ ആൾ ആ കുട്ടി മരിക്കുകയും ചെയ്തു. എന്താ ചെയ്യുക? അപ്പോൾ ലോകോത്തരമായ കാര്യങ്ങൾ ചെയ്തു അയാൾ വട പറഞ്ഞു. അയാൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം ഒരു പ്രശ്നമല്ല. കാരണം എന്താ? സ്വന്തം എന്ന പദത്തിന് ഭാഗവത്തിൽ അർത്ഥമില്ല. ഭാഗവത്തിൽ പറഞ്ഞത് അവരവർക്കായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ മമതയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നല്ല, തന്നിലുള്ള ഈശ്വരനെ പ്രാപിക്കാൻ, ബ്രഹ്മമായി ഐക്യപ്പെടാൻ വേണ്ടി ജീവിക്കുക എന്നാണ് അർത്ഥം. എനിക്ക് അറിയണതല്ലേ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് മാത്രം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.